ചെയ്യാതിരിക്കുന്നതാണ് ഗൈസ് നല്ല തരിതരിപ്പാണ്. എങ്ങനെയാണ് വാഷ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് സ്കിൻ ബ്രൈറ്റനിങ്ങിന് പറ്റിയിട്ടുള്ള ഫേഷ്യൽ ചെയ്തതുപോലെ എഫക്റ്റ് തരുന്ന ഒരു ഫേസ് പാക്ക് ആണ്. മുഖത്ത് എത്ര ഡൾനെസ് ഉണ്ടെങ്കിലും മാറ്റിയെടുക്കാനായിട്ട് പറ്റും. നല്ല എഫക്റ്റീവായ ഒരു ഫേസ് പാക്ക് ആണ്. നമ്മുടെ കൊറിയൻ സ്കിൻ കെയർ ആ ഒരു ഫേസ് പാക്ക് ഒക്കെ ഉണ്ടല്ലോ, അതോട് ചേർന്ന് നിൽക്കുന്ന ഫേസ് പാക്ക് ആണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. റൈസ് കുതിർത്തിട്ട് അങ്ങനെ ഒരു പരിപാടിയും ഇല്ല. അപ്പോൾ ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങളിത് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് 100% ഇതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുള്ളൂ. അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് കാണണം. എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നും എങ്ങനെ അപ്ലൈ ചെയ്യണം, എങ്ങനെയാണ് ഇത് വാഷ് ചെയ്ത് റിമൂവ് ചെയ്യേണ്ടതെന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കുക. അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വെൽക്കം ടു ദ ഫാമിലി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ സിമ്പിളായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആകെ 2 ഇൻഗ്രീഡിയൻസ് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ സൂപ്പർ എഫക്റ്റീവ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. സോ ഫസ്റ്റ് തന്നെ നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ എടുത്തേക്കുന്നത് റൈസ് ഫ്ലോർ ആണ്, അതായത് അരിപ്പൊടി 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടി വേണം എടുക്കാനായിട്ട്. പുട്ടിൻ്റെ തരിതരിയുള്ള അരിപ്പൊടിയൊന്നും എടുക്കാൻ പാടില്ല. നമ്മൾ ഈ ഇടിയപ്പത്തിലൊക്കെ എടുക്കുന്ന നല്ല ഫൈനായിട്ടുള്ള അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത അരിപ്പൊടി ആയതുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത്. ഏറ്റവും ബെസ്റ്റ് ഇങ്ങനെ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്നതാണ്. ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ഇടിയപ്പത്തിൻ്റെ അരിപ്പൊടിയൊന്നും ഇതിന് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഗൈസ് നല്ലത്. കാര്യം അതിന് മേ ബി വേറെ എന്തെങ്കിലും ചേർക്കാം, എനിക്കറിയില്ല. സോ സേഫായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ അരി ഉണക്കി പൊടിച്ചിട്ടുള്ള നമ്മൾ വീട്ടിൽ ആവശ്യങ്ങൾക്ക് എടുക്കത്തില്ലേ, ആ അരിപ്പൊടി എടുക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പം നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയിൽ പൊടിച്ചെടുത്താലും കുഴപ്പമില്ല. അത് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ വീട്ടിലെ ആവശ്യത്തിന് പൊടിച്ച് വെക്കുന്നതെന്ന് എടുത്താൽ മതി. ഓക്കെ, അങ്ങനെ ഞാൻ 1 സ്പൂൺ അരിപ്പൊടി എടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തത് പാലാണ്. പാൽ നമുക്ക് പോലെ ആഡ് ചെയ്ത് കൊടുക്കണം. 1 സ്പൂൺ അരിപ്പൊടിയൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 2-2.25 സ്പൂൺ പാല് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് നല്ല ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം പ്രിപ്പയർ ചെയ്ത് വെക്കാനായിട്ട്. കാര്യം ഇത് കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോൾ അരിപ്പൊടി ഈ പാലിൻ്റെ മോയ്സ്ചർ വലിച്ചെടുത്തിട്ട് കുറച്ച് വീർത്ത് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഡ്രൈ ആയി പോകുന്നത് പോലെ തോന്നും നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത്. അത് ഉണ്ടാവാതിരിക്കാനാണ് നമ്മളിതിൽ കുറച്ച് കൂടുതൽ പാൽ ആഡ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞിട്ട് ഒത്തിരി ആഡ് ചെയ്യണം എന്നല്ല, നമ്മൾ എത്രയാണോ അരിപ്പൊടി എടുക്കുന്നത് അതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റി നമ്മൾ പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം. എന്നാൽ മാത്രമാണ് ഇത് ആക്ച്വലി നല്ല രീതിയിൽ നമ്മുടെ അരിപ്പൊടി സോക്കായിട്ട് നല്ല സോഫ്റ്റ് ആവുള്ളൂ. അപ്പോഴാണ് നമ്മൾ ഫേസിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിൽ വർക്ക് ആവുള്ളൂ. ഈ ഒരു രീതിക്ക് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നാലാണ് നിങ്ങൾക്ക് നന്നായിട്ട് വർക്ക് ആവുന്നത് അറിയാൻ പറ്റുള്ളൂ. ഉണ്ടായിരുന്നതിനേക്കാളും ഇപ്പോൾ കുറച്ച് തിക്കായിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഞാൻ വെച്ചിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് തിക്കായത്. ഇനി ഇത് നമുക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങൾ എത്ര നേരം അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ദിവസം 1 നേരം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഡെയിലി അപ്ലൈ ചെയ്യണമെന്നില്ല. പിന്നെ ഇത് വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. കാര്യം അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ നല്ല തരിതരിപ്പാണ്. അതുകൊണ്ട് നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് ഒരച്ചൊക്കെ വാഷ് ചെയ്താലും നല്ല രീതിയിൽ സ്കിൻ ഡാമേജ് ആവും. അതുകൊണ്ട് എങ്ങനെയാണ് ഇത് വാഷ് ചെയ്യേണ്ടതെന്ന് പ്രോപ്പറായിട്ട് ഞാൻ പറഞ്ഞു തരാം. അതുപോലെ നിങ്ങൾ ഫോളോ ചെയ്താൽ സ്കിന്നിന് ഡാമേജ് ഒന്നും വരാതെ നമുക്കിത് നന്നായിട്ട് അപ്ലൈ ചെയ്തതിൻ്റെ ബെനിഫിറ്റ്സ് മാത്രം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനതൊന്ന് അപ്ലൈ ചെയ്യാം. കൈ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ കൈ കൊണ്ട് അപ്ലൈ ചെയ്യാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ബ്രഷ് ഉണ്ടെങ്കിൽ അത് വെച്ച് അപ്ലൈ ചെയ്താൽ മതി. സോ പതിയെ വേണം അപ്ലൈ ചെയ്യാൻ. ഇത് തരിതരിപ്പുള്ള ഒരു സംഭവം ആയതുകൊണ്ട് ഇങ്ങനെ വലിച്ച് അപ്ലൈ ചെയ്യരുത്, ഉരച്ചിട്ടൊന്നും അപ്ലൈ ചെയ്യരുത്. പതിയെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിൽ ആക്ച്വലി നമ്മുടെ അരിപ്പൊടി ഉണ്ടല്ലോ, അത് കൂടുതലുള്ളത് താഴെ സെറ്റിലാവും. ആ സെറ്റിലാവുന്നത് പോയിട്ട് ബാക്കി മുകളിൽ വരുന്നത് പാല് തൊട്ട് വേണം നമ്മളിങ്ങനെ ഫേസിലോട്ട് വെച്ച് കൊടുക്കാൻ. ഇങ്ങനെ 10 മിനിറ്റ് വയ്ക്കുമ്പോൾ നമ്മുടെ അരിപ്പൊടിയുടെ കണ്ടൻറ്റൊക്കെ നമ്മുടെ പാലിലോട്ട് ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് നമുക്ക് വളരെ നല്ലതാണ്. ഓക്കെ, ഞാനിത് ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം ബാക്കി ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരാം. ഞാനൊരു 10 മിനിറ്റ് ഫേസിൽ വെച്ചിട്ട് വാഷ് ചെയ്തിട്ട് വരാം. 10 മിനിറ്റ് ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം ഞാൻ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് വാഷ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നായിട്ട് ഇത്രയും നേരം നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ താങ്ക് യു സോ മച്ച് ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്യുക. അത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എങ്ങനെയാണ് വാഷ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ചെറുതായിട്ടൊന്ന് വെള്ളം തൊട്ട് കൊടുക്കുക. എന്നിട്ട് വെള്ളം വെച്ച് മാത്രം കഴുകുക, കൈ കൊണ്ട് ഉരയ്ക്കരുത്.
വെള്ളം കൊണ്ട് ഇത് മുഴുവനായിട്ട് പോകും. പോയതിന് ശേഷം ഒന്ന് നന്നായിട്ട് തുടച്ചെല്ലാം കളയാവുന്നതാണ്. അല്ലാതെ നമ്മുടെ ഈ ഒരു അരിപ്പൊടിയുടെ പാർട്ടിക്കിൾസ് എല്ലാം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഉരച്ചൊരച്ച് നമ്മൾ മുഖം കഴുകരുത്. മുഖത്തിലൊരു ചെറിയ ഒരു ഇതുപോലും നമ്മൾ കൊടുക്കാനായിട്ട് പാടില്ല. പിന്നെ ഈ ഒരു രീതിക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഗുലറായിട്ട് എല്ലാ ദിവസവും അപ്ലൈ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ചയിൽ ഒരു ദിവസമൊക്കെ യൂസ് ചെയ്താൽ മതി. ഇൻ കേസ് നിങ്ങൾ സ്ക്രബിങ് പോലെയൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു ദിവസം യൂസ് ചെയ്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത്രയും നേരം കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. എനിക്കറിയാവുന്നതാണെങ്കിൽ ഉറപ്പായിട്ട് റിപ്ലൈ തരാം. വീഡിയോ റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ.